ഒരു തരത്തിൽ ഞങ്ങളിത് ഒരു തരത്തിലും ഇത് മത്സരിക്കേണ്ടെന്നും തീരുമാനം ഉണ്ടായിരുന്നില്ല, മത്സരിക്കണമെന്നും തീരുമാനം ഉണ്ടായില്ല. അവർ മത്സരിക്കണമോ വേണമെന്ന്, കാരണം അവർ പാർലമെൻറ്റിലെ അംഗങ്ങളാണ്. എല്ലാ കാലത്തും ഒരു പാർലമെൻറ്റ് അംഗം മത്സരിക്കണോ വേണ്ടതെന്ന് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതൃത്വം ആണ് ആ തീരുമാനം പറയേണ്ടത്. ഞങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആ പറയുന്ന വന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ ഒന്നും ഒരു പേര് പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് തീരുമാനം എടുക്കാതെ വേറൊരു പേര് വരുന്നത് ശരിയല്ല. അത് മിനിയാന്ന് രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് അവർ ആ തീരുമാനം പറയുന്നത്. പിന്നെ അവിടുത്തെ തിരക്ക് ഈ 2 ദിവസം കൊണ്ട് അവിടെ ആസാമിലെ CEC നടക്കുകയാണ്, സ്ക്രീനിങ് കമ്മിറ്റി നടക്കുകയാണ്, പോണ്ടിച്ചേരിയിലെ നടക്കുകയാണ്, തമിഴ്നാട്ടിലെ നടക്കുകയാണ്. ഞങ്ങളവിടെ 72 മണിക്കൂർ ചർച്ചയല്ല പോയിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുക. കാരണം കോൺഗ്രസ് പ്രസിഡന്റും നിങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ അവിടെ നിൽക്കേണ്ട, അവർക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് നേതാക്കൾ വരുന്നു, പോണ്ടിച്ചേരിയിൽ നിന്ന് നേതാക്കന്മാർ വരുന്നു, ആസാമിൽ നിന്ന് നേതാക്കന്മാർ, അവിടെ ഇലക്ഷൻ നടക്കുക. അപ്പോൾ ഈ കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ആ CECയിൽ കൂടി പങ്കെടുത്തിട്ട് വേണം ഞങ്ങളുടെ വരാൻ. ഞങ്ങൾ രാത്രി 11 മണിക്കാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മര്യാദയില്ലായ്മയുടെ മാക്സിമമാണ് ഈ ചെയ്തത്, കഴിഞ്ഞ 48 മണിക്കൂർ ചെയ്തത്. നിങ്ങളൊന്നും എടുത്ത് നിങ്ങളിട്ടിരിക്കുന്ന വാർത്തകളൊന്ന് നിങ്ങളൊന്ന് കാണും, നിങ്ങൾക്കെങ്കിലും നാണം വരത്തില്ല. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഈ സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി നേതാക്കളെല്ലാം തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കണ്ട് സുധാകരൻ വല്ലതും പറഞ്ഞു? സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്, എന്നേക്കാൾ വളരെ വലിപ്പമുണ്ട് പാർട്ടിക്കെന്നാണ്. ആ ഒറ്റ വാചകമല്ലേ അദ്ദേഹം പറഞ്ഞത്? ആ ഒറ്റ വാചകമല്ലേ? നിങ്ങൾ ആ പാവത്തിന് എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ലേ? ഞാനും രമേശ് ചെന്നിത്തലയുമായിട്ട് ഒരു 100 വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിയിലെ കാര്യത്തിൽ KC വേണുഗോപാലും VD ശശിയും തമ്മിൽ ഭയങ്കര വഴക്ക്, സതീശൻ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നോട് KC-ആണ് പറഞ്ഞത്, നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്നും ഒരു വാർത്ത ഞാൻ ഒരു കാണട്ടെ, TV വയ്ക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടിച്ച് പിരിഞ്ഞു പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് നിങ്ങളെ ഓർത്തിട്ട്, ഈ വാർത്ത ഇട്ടവരെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചിരിച്ചു. കൊച്ചിയിലെ സീറ്റ് തീരുമാനിക്കാൻ വേണ്ടി കൊച്ചിയിലെ ഞങ്ങൾ വഴക്ക് ഒരു വൈകലും ഉണ്ടായില്ല. നിങ്ങൾ ഇനി വൈകി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ വൈകിയത്? കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല, ഒരു തർക്കവും. അതെന്തിനായിരുന്നു? അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണ്ടേ? CEC അല്ലേ തീരുമാനിക്കണത്. അവിടെ അവർ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വലിയ വാർത്തയൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ വിചാരിക്കുകയാണ് ഇത് ഭയങ്കര വൈകിയെന്ന്. ഇത് ഒരു പ്രതികരണം ഉണ്ടായില്ല, ആരുടെയും പ്രതികരണം ഉണ്ടായില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. സുധാകരേട്ടൻ പ്രതികരിച്ചോ? വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് എന്താ ഇന്നലെ പോസ്റ്റ് ഇട്ടത്? അതേ പോസ്റ്റ് ഇട്ടത് എന്താ? പാർട്ടിയാണെന്ന്. പാർട്ടി അതന്നെ, അതേ പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിൻവലിച്ചാണ് വാർത്ത. പാർട്ടിയാണ്. ഒരാളും കോൺഗ്രസിൽ ഉണ്ടാക്കിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും സീറ്റ് അർഹതയുള്ള ഒന്നിലധികം ആളുകളുണ്ടാവും പല സ്ഥലത്തും. അപ്പോൾ അത് ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കും, അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവും, ചിലർ വൈകാരികമായിട്ടൊക്കെ. അതൊക്കെ എത്ര കുറവാണ്. നിങ്ങൾ ചരിത്രം നോക്ക്, ചരിത്രത്തിൽ നോക്ക്. നിങ്ങൾ 2001 ഞാൻ ആദ്യം MLA ആവുമ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ച 3 സ്ഥാനാർത്ഥികളെ മാറ്റുക.